കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ദിസ് ഈസ് ദ സൺഡേ ഫോർ ദ ഗേൾ ചൈൽഡ്. പെൺകുട്ടികളുടെ പ്രാധാന്യം ഉറപ്പാക്കുക. അഫേമിങ് ദ വർത്ത് ഓഫ് ദ ഗേൾ ചൈൽഡ്. നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നത് ഇതേപ്പറ്റിയാണ്. നമുക്കറിയാം, മനുഷ്യ സമൂഹം പാപത്തിൽ ആണ്ടുപോയ കാലം മുതൽ പുരുഷന്മാർ തങ്ങളുടെ സമസൃഷ്ടങ്ങളായ സ്ത്രീകളോട് വിവേചനം കാട്ടിയിരുന്നു. അവർ സമസൃഷ്ടങ്ങളാണെങ്കിലും അവർക്ക് തുല്യമായ നീതിയോ അവകാശമോ വിലയോ പരിഗണനയോ കൊടുത്തിരുന്നില്ല. ഇത് ദൈവീകമല്ല. സാത്താൻ മനുഷ്യനെ പാപത്തിലാഴ്ത്തിയപ്പോൾ മനുഷ്യൻ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും പാപം ചെയ്യുവാൻ തുടങ്ങി. അതിലെ പുരുഷന്മാർ സ്ത്രീകളോട് ഇതുപോലെയുള്ള അവഗണന കാണിക്കുവാൻ തുടങ്ങി. അതിന് നമുക്ക് പറയാം പാട്രിയാർക്കൽ സൊസൈറ്റി എന്ന്. പുരുഷ മേധാവിത്വമുള്ള ഒരു സമൂഹം. അത് ദൈവീകമല്ല, പൈശാചികമാണ്. കാരണം ദൈവം നീതിയുടെ ദൈവമാണ്, സമത്വത്തിൻ്റെ ദൈവമാണ്. പുരുഷനും സ്ത്രീക്കും പ്രത്യേകം റോളുകൾ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ആ റോളുകൾ അവർ നിർവഹിക്കുമ്പോൾ തന്നെ അവർക്കുള്ള നീതി തുല്യമായിരിക്കണം, അവകാശം തുല്യമായിരിക്കണം, വില തുല്യമായിരിക്കണം, പരിഗണന തുല്യമായിരിക്കണം. അത് എല്ലാ മേഖലകളിലും എല്ലായിടത്തും. അതിനായി രാജ്യങ്ങൾക്ക് പോലും നിയമങ്ങൾ പാസാക്കേണ്ടി വന്നു. സ്ത്രീകളെ പരിഗണിക്കുവാൻ, അവർക്ക് അവകാശം സാധ്യമാക്കി കൊടുക്കുവാൻ. ഈ അവകാശം അവർ അർഹിക്കുന്നതാണ്. കാരണം ദൈവം പുരുഷനെയും സ്ത്രീയെയും നിർമ്മിച്ചിരിക്കുന്നത് തൻ്റെ സാദൃശ്യത്തിലും തൻ്റെ സ്വരൂപത്തിലുമാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയാണിത്. അവിടെ പുരുഷൻ സ്ത്രീയോട് വിവേചനം കാണിച്ചുകൂടാ. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല, ദൈവം അത് വെറുക്കുന്നു. ഇന്ന് ആദ്യമായി നാം പഴയ നിയമത്തിൽ നിന്നും ഒരു പാഠഭാഗം പഠിക്കും. സംഖ്യാപുസ്തകം 27-ാം അധ്യായം. ദ ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 27 വേഴ്സസ് 1 to 8. അനന്തരം മനശ്ശെ ഗോത്രത്തിൽപ്പെട്ട സെലൊഫഹാദിൻ്റെ പുത്രിമാർ അടുത്തു വന്നു. അവൻ്റെ പുത്രിമാർ മഹ്ള, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ എന്നിവരായിരുന്നു. അവർ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ മോശയുടെയും എലയാസാർ പുരോഹിതൻ്റെയും പ്രഭുക്കന്മാരുടെയും സർവ്വസഭയുടെയും മുമ്പാകെ നിന്ന് പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങളുടെ അപ്പൻ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി. എന്നാൽ അവൻ യഹോവയ്ക്ക് വിരോധമായി കോരഹനോട് കൂടിയവരുടെ കൂട്ടത്തിൽ ചേർന്നിരുന്നില്ല. അവൻ സ്വന്തം പാപത്താൽ അത്രേ മരിച്ചത്. അവന് പുത്രന്മാർ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ അപ്പന് മകൻ ഇല്ലായ്ക കൊണ്ട് അവൻ്റെ പേർ കുടുംബത്തിൽ നിന്ന് ഇല്ലാതെയാകുന്നത് എന്ത്? അപ്പൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്ക് ഒരു അവകാശം തരയണം. മോശ അവരുടെ കാര്യം യഹോവയുടെ മുമ്പാകെ വെച്ചു. യഹോവ മോശയോട് അരുളി ചെയ്തത്, സെലൊഫഹാദിൻ്റെ പുത്രിമാർ പറയുന്നത് ശരി തന്നെ. അവരുടെ അപ്പൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ അവർക്ക് ഒരു അവകാശം കൊടുക്കണം. അവരുടെ അപ്പൻ്റെ അവകാശം അവർക്ക് കൊടുക്കണം. ഇത് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ
ഇസ്രായേൽ മക്കൾക്ക് ന്യായപ്രമാണം ആയിരിക്കണം. മനശ്ശെ ഗോത്രത്തിൽപ്പെട്ട ഒരുവനായിരുന്നു സെലൊഫഹാദ്. ഈ സെലൊഫഹാദിന് പുത്രന്മാരില്ലായിരുന്നു. 5 പുത്രിമാരാണ് ഉണ്ടായിരുന്നത്. അവിടെ പുരുഷ മേധാവിത്വമുള്ള ഒരു സമൂഹമായിരുന്നു ഇന്നത്തെ പോലെ അന്നും, അല്ലെങ്കിൽ അന്നത്തെ പോലെ ഇന്നും. സെലൊഫഹാദിന് പുത്രന്മാരില്ലാതിരുന്നത് കൊണ്ട് സെലൊഫഹാദിൻ്റെ മരണശേഷം ആ അവകാശം നഷ്ടപ്പെട്ടു പോകും. ഈ കുട്ടികളാണെങ്കിൽ ആ ഭവനത്തിൽ ജനിച്ചു വളർന്ന കുട്ടികളാണ്. അവരുടെ അപ്പൻ്റെ പേരും കുടുംബ മഹിമയും അപ്പനോടുള്ള സ്നേഹവും ആ കുടുംബത്തോടുള്ള സ്നേഹവും അവർ അത്യധികം വിലമതിച്ചിരുന്നു. അപ്പൻ്റെ മരണശേഷം ഇതെല്ലാം തങ്ങൾക്ക് നഷ്ടപ്പെടുമല്ലോ അവർ വ്യാകുലപ്പെട്ടു. കാരണം അന്നത്തെ കാലത്ത് ഈ പിന്തുടർച്ചാവകാശം അത് കൈമാറിയിരുന്നത് ആൺമക്കളിൽ കൂടെയായിരുന്നു. ഇവിടെയാണെങ്കിൽ സെലൊഫഹാദിന് പുത്രന്മാരില്ല, ഒരു മകനില്ല. 5 പുത്രന്മാരാണ് ഉണ്ടായിരുന്നത്. മഹ്ള, നോവ, ഹൊഗ്ള, മിൽക്ക, തിർസ, ഇതായിരുന്നു അവരുടെ പേരുകൾ. ഇവർ തങ്ങളുടെ പിതാവിനോടും കുടുംബത്തോടുമുള്ള ആ മഹാസ്നേഹം നിമിത്തം അവരുടെ പേര്, ആ കുടുംബത്തിൻ്റെ പേര്, പിതാവിൻ്റെ പേര്, പിതാവിൻ്റെ മരണശേഷം അറ്റുപോകരുത് എന്ന് മനസ്സിലാക്കിയ അവർ മോശയുടെയും സർവ്വസഭയുടെയും മുമ്പാകെ വന്ന് അവരോട് പറയുകയാണ്, ഞങ്ങളുടെ അപ്പന് മകനില്ലായ്ക കൊണ്ട് അവൻ്റെ പേർ കുടുംബത്തിൽ നിന്ന് ഇല്ലാതെയാകുന്നത് എന്ത്? അപ്പൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്ക് ഒരു അവകാശം തരയണം. മോശയോടും സർവ്വസഭയോടുമാണ് ഇവരിത് പറയുന്നത്. മോശ എന്ത് ചെയ്തു? മോശ അക്കാര്യം ദൈവത്തിൻ്റെ മുമ്പാകെ വെച്ചു. ദൈവത്തോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? ഈ പുത്രന്മാർ വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നു, അവർക്ക് അവകാശം കിട്ടണം അവരുടെ കുടുംബത്തിൽ. ദൈവം മോശയോട് പറഞ്ഞു, സെലൊഫഹാദിൻ്റെ പുത്രന്മാർ പറയുന്നത് ശരി, ആ പുത്രന്മാർ പറയുന്നതാണ് ശരി. ഈ ശരി അത് അനാദികാലം മുതലുള്ളതാണ്. പക്ഷേ പുരുഷ മേധാവിത്വം എന്ന ആ പാപം സാത്താനിൽ കൂടെ ജനസമൂഹത്തിൽ കടന്നുകൂടിയപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്, അല്ലെങ്കിൽ ഉണ്ടാകുന്നത്. ഈ പെൺകുട്ടികൾക്കും ഇൻഹെറിറ്റൻസ് റൈറ്റ്സ് ഉണ്ട്. ദൈവത്തിൻ്റെ ആ ആലോചന അത് ഇസ്രായേലിൽ തന്നെ ഒരു നിയമമായിരിക്കണം എന്ന് നാം ഇവിടെ കാണുന്നു. അതാണ് ദൈവം മോശയോട് പറഞ്ഞത്. ഇവിടെ വേഴ്സ് 5 നാം വായിക്കുന്നത് ദൈവത്തോട് അരുളപ്പാട് ചോദിക്കുന്ന ഒരു മോശയുടെ കാര്യമാണ്. So Moses brought their case before the Lord, and the Lord said to him, what Zelophehad's daughters are saying is right. You must certainly give them property as an inheritance among their father's relatives, and turn their father's inheritance over to them. തന്നെയുമല്ല, this is to be a legal requirement for the Israelites, as the Lord commanded Moses. ഇന്ന് ഈ പരിഷ്കൃത ജനസമൂഹത്തിലും നമുക്ക് കാണാം ഇതുപോലെയുള്ള വിവേചനം. രാജ്യങ്ങൾ നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ട് എങ്കിലും ഓരോ ഭവനത്തിലും സമൂഹത്തിലും സഭയിലും ഇതുപോലെയുള്ള ഒരു വിവേചനം, പുരുഷ മേധാവിത്വം
അതനുസരിച്ച് സ്ത്രീകളോട് അവർ കാണിക്കുന്ന വിവേചനം ഇന്നും നിലനിൽക്കുന്നു. നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് എത്രത്തോളം ഈ മനുഷ്യ സമൂഹം പാപത്തോട് കൂട്ടുപിടിച്ചിരിക്കുന്നു. പാപത്തിൽ നിന്ന് വിട്ടുമാറുവാൻ അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. അവർ പാപത്തെ സ്നേഹിക്കുന്നു, പാപം ചെയ്യുവാൻ അവർ ഇഷ്ടപ്പെടുന്നു. ദൈവത്തെക്കാൾ കൂടുതൽ സാത്താനെ അവർ അനുസരിക്കുന്നു. അതാണ് പ്രധാനമായും നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ എന്ത് പഠിപ്പിക്കുന്നു എന്നിനി നോക്കാം. വിശുദ്ധനായ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 35 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യ സൃഷ്ടിയിൽ പുരുഷനും സ്ത്രീക്കും തുല്യ നീതിയും തുല്യ അവകാശവും തുല്യ മാന്യതയും തുല്യ പരിഗണനയും കൽപ്പിച്ച അതേ ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ പ്രത്യക്ഷനായപ്പോഴും അവരെ കരുതുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ വിശുദ്ധനായ മർക്കോസ് എവൻഗലിസ്ത ഒരു വലിയ സംഭവം വിവരിക്കുന്നു. ഈ സംഭവം നടന്നത് കപർന്നഹൂമിലാണ്. കപർന്നഹൂം ഇസ്രായേലിലുള്ള ഒരു പട്ടണമാണ്. ഗലീല കടലിൻ്റെ വടക്കു പടിഞ്ഞാറൻ തീരത്തുള്ള ഒരു തീരദേശ പട്ടണം. അവിടെ യായിറോസ് എന്നു പേരുള്ള ഒരു പള്ളിപ്രമാണി ഉണ്ടായിരുന്നു, സിനഗോഗ് റൂളർ. അദ്ദേഹത്തിന് 12 വയസ്സുള്ള ഒരു മകളുണ്ടായിരുന്നു. അവൾ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു. യേശുവിനെ കാണുവാൻ ഈ പള്ളിപ്രമാണി യേശുവിൻ്റെ അടുത്ത് വന്ന് ഇക്കാര്യം സംസാരിച്ചു. നമുക്ക് വായിക്കാം. ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു. നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. യേശു ആ വാക്ക് ഗണ്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. പത്രോസും യാക്കോബും യോഹന്നാനുമല്ലാതെ മറ്റാരും തന്നോടുകൂടെ ചെല്ലുവാൻ യേശു സമ്മതിച്ചില്ല. പള്ളിപ്രമാണിയുടെ വീട്ടിൽ അവർ ചെന്നാറെ ആരാവാരത്തെയും വളരെ കരഞ്ഞ് വിലപിക്കുന്നവരെയും കണ്ടു. അകത്ത് കടന്നു. നിങ്ങളുടെ ഈ ആരാവാരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നത്രേ എന്ന് അവരോട് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. യേശു എല്ലാവരെയും പുറത്താക്കി. കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോടുകൂടെ ഉള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്നു. കുട്ടിയുടെ കൈക്ക് പിടിച്ച് ബാലെ എഴുന്നേൽക്ക എന്ന് നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോടെ തലീഥ കൂമി എന്ന് അവളോട് പറഞ്ഞു. ബാല ഉടനെ എഴുന്നേറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. ഇതാരും അറിയരുത് എന്ന് അവൻ അവരോട് ഏറിയൊന്ന് കൽപ്പിച്ചു. അവൾക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണമെന്നും പറഞ്ഞു. ഈ വചനഭാഗത്ത് വളരെയേറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. പള്ളിപ്രമാണി തൻ്റെ മകളുടെ കാര്യത്തെപ്പറ്റി യേശുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ആൾ വന്നു. നിന്റെ മകൾ മരിച്ചുപോയി, ഇനി എന്തിനാണ് ഗുരുവിനെ അസഹ്യപ്പെടുത്തുന്നത്? ഒരു അവിശ്വാസത്തിൻ്റെ വാക്കാണ്. യേശു ആരാണെന്ന് അവർക്ക് നല്ലവണ്ണം അറിയാം. അവർ പല കാര്യങ്ങളും പല സംഭവങ്ങളും യേശുവിനെ പറ്റി കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അവർ അവിശ്വാസത്തോടെ പറയുകയാണ്, നിന്റെ കുഞ്ഞ് മരിച്ചുപോയി, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട. കാരണം മരണമാണ് ഏറ്റവും അന്ത്യത്തിൽ നടക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഒന്നുമില്ല എന്നുള്ള ഒരു ധാരണയാണ് അവർക്കുണ്ടായിരുന്നത്. മരിച്ചുപോയി, ഇനി എന്തിനാണ് യേശുവിനെ വിളിക്കുന്നത്? നാമും പലപ്പോഴും ചിന്തിക്കും, കാര്യമെല്ലാം കഴിഞ്ഞു പോയി, അല്ലെങ്കിൽ മരണം നടന്നു, അല്ലെങ്കിൽ സംഭവിക്കാനുള്ളത് സംഭവിച്ചു, ഇനി എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ഇനി എന്തിനാണ് യേശുവിനോട് നിലവിളിക്കുന്നത്? യാതൊരു കാര്യവുമില്ല.
എന്ന് പലരും ചിന്തിക്കും. അവർ അവിശ്വാസികളാണ്. ഈ അവിശ്വാസത്തെയാണ് യേശു ശാസിക്കുന്നത്. ഈ അവിശ്വാസം യേശുവിന് ഇഷ്ടമല്ല. കാരണം യേശു ആരാണെന്ന് മനസ്സിലാക്കുന്നവർ യേശുവിനെ അവിശ്വസിക്കില്ല. മരണത്തിനപ്പുറവും അവർ യേശുവിനെ വിശ്വസിക്കും. നിന്റെ മകൾ മരിച്ചുപോയി എന്ന് പറഞ്ഞ ആ വാക്ക് പള്ളിപ്രമാണിയും കേട്ടു. ഇത് പള്ളിപ്രമാണിയുടെ മനസ്സിൽ എത്രമാത്രം ദുഃഖമുണ്ടാക്കി കാണും. അതറിഞ്ഞ് യേശു പള്ളിപ്രമാണിയോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പ്രിയ സഹോദരങ്ങളെ, ഭയം എന്നത് ഒരു വികാരത്തെക്കാളുപരി അതൊരു വ്യക്തിയാണ്, സാത്താനാണ്. മനുഷ്യൻ എവിടെയാണോ ബലഹീനനാകുന്നത്, ദുർബലനാകുന്നത്, എവിടെയാണോ ഒരു വൾനറബിലിറ്റി ഉള്ളത്, അവിടെ ഈ സാത്താൻ ഭയത്തിൻ്റെ രൂപത്തിൽ വരും. ആകെ ഭയന്ന് വിറയ്ക്കുവാൻ, പരിഭ്രമിക്കുവാൻ തക്കവണ്ണം, തളർന്നു പോകുവാൻ തക്കവണ്ണം ഈ ഭയം അവരെ ഇടയാക്കും. പള്ളിപ്രമാണി തളർന്നു പോകാമായിരുന്നു. പക്ഷേ യേശുവിൻ്റെ വാക്ക് അവനെ ധൈര്യപ്പെടുത്തി. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇങ്ങനെ പറയുന്ന ഒരു യേശുവിൻ്റെ സാന്നിധ്യം നമ്മോടുകൂടെയും എപ്പോഴും നാം അതനുഭവിച്ചറിയണം. യേശു നമ്മോട് പറഞ്ഞിട്ടുണ്ട്, കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട്. ആ ദൈവ സാന്നിധ്യം, യേശുക്രിസ്തുവിൻ്റെ ആ സാന്നിധ്യം നാം തിരിച്ചറിയണം. നമ്മുടെ പ്രയാസഘട്ടങ്ങളിലും പ്രതികൂലങ്ങളിലും മരണത്തിൻ്റെ താഴ്വരയിൽ പോലും ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം നാം അനുഭവിച്ചറിയുന്നുവെങ്കിൽ അവിടെ നാം ഭയപ്പെടില്ല. യേശു അവിടെ നമ്മോട് പറയും, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇവിടെ യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് പള്ളിപ്രമാണിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ വലിയ വിലാപമാണ്, ആരാവാരമാണ്, കരച്ചിലാണ്. കാരണം 12 വയസ്സുള്ള ആ മകൾ ഏവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു. അവൾ മരിച്ചു പോയിരിക്കുന്നു. ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്നോർത്ത് അവിടെ വലിയ വിലാപമാണ്, അലമുറയിട്ട് കരയുകയാണ് ജനം. അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ബാല മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്രേ. ഇത് യേശുവിൻ്റെ വാക്കാണ്. പക്ഷേ ജനത്തിനറിയാം ആ കുട്ടി മരിച്ചുപോയി എന്ന്. അവർ യേശുവിൻ്റെ വാക്ക് കേട്ട് അവനെ പരിഹസിച്ചു. ഇവനെന്താണ് ഈ പറയുന്നത്? കുട്ടി ഉറങ്ങുകയാണെന്ന്. കുട്ടി ഉറങ്ങുകയാണെന്ന് പറഞ്ഞ ആ ദൈവം എന്താണ് തുടർന്ന് ചെയ്തത്? അവിശ്വാസികളായ എല്ലാവരെയും പുറത്താക്കി. ഇവിടെ നിന്ന് പുറത്തു പോകുക. എന്നിട്ട് കുട്ടിയുടെ അമ്മയെയും അപ്പനെയും ഈ 3 ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് യേശു കുട്ടി കിടന്നിരുന്ന സ്ഥലത്ത് ചെന്നു. അവളുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. തലീഥ കൂമി, എബ്രായ ഭാഷയിൽ ആ കുട്ടിയോട് പറയുകയാണ്, ബാലേ എഴുന്നേൽക്കുക. ആ കുട്ടി എഴുന്നേറ്റ് നടന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. യേശു അവരോട് പറഞ്ഞു, ഇവൾക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുക. എത്ര വലിയ ഒരു അത്ഭുതമാണ് യേശുക്രിസ്തു ഇവിടെ ചെയ്തത്. നാം ഇവിടെയെല്ലാം മനസ്സിലാക്കേണ്ടത്, ഭയപ്പെടാതെ യേശുക്രിസ്തുവിനെ ആശ്രയിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകണം. വലിയ ഉയർപ്പിലേക്കുള്ള ഒരു സൂചന കൂടിയാണ് അത്. നാം ഇന്ന് മനസ്സിലാക്കണം. ഈ തിരുവചന ഭാഗം നാം പഠിക്കുമ്പോൾ നമുക്കൊരു ഉയർപ്പുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അത് ശാരീരികമായ വെറും ഉയർപ്പല്ല, നമ്മുടെ ആത്മദേഹി ദേഹത്തിൻ്റെ ആ തേജസ്കരണമാണ്. മരണത്തിൽ നിന്നുള്ള ആ പുറത്തുവരവ്, ആ ഉയർപ്പ്. ഇനി നാം മരിക്കില്ല. യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്നവൻ ഒരു നാളും മരിക്കില്ല. അവനോടൊപ്പം ആ നിത്യതയിൽ തേജസ്കരിക്കപ്പെട്ടവരായി നമുക്കും ഒത്തുചേരാം.
നാം ഈ പാഠഭാഗം പഠിക്കുമ്പോൾ ആ ഒരു സംഭവത്തിലേക്കാണ് നമ്മുടെ ചിന്തകൾ, നമ്മുടെ മനസ്സ് ആയിരിക്കേണ്ടത്, വ്യാപരിക്കേണ്ടത്. ആ ഉറപ്പാണ് നമുക്ക് വേണ്ടത്. മരണത്തിനും അപ്പുറമുള്ള ആ ഭയമില്ലായ്മ, മരണത്തിനും അപ്പുറമുള്ള ആ ജീവിതം. മരണം കൊണ്ട് അവസാനിക്കുന്നവരല്ല നാം. പ്രിയ സഹോദരങ്ങളെ, മരണത്തിനപ്പുറം നമുക്കൊരു ജീവൻ തന്ന ആ നിത്യജീവൻ്റെ ഉറവയായ, ജീവൻ്റെ അപ്പമായ യേശുക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിക്കുമോ? തുടർന്ന് നമുക്ക് പഠിക്കാം അപ്പോസ്തല പ്രവൃത്തികൾ 21-ാം അധ്യായം 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ നാം കാണുന്നു 7 ശമ്മാശന്മാരിൽ ഒരുവനായിരുന്ന ഫിലിപ്പോസിൻ്റെ പ്രവചിക്കുന്നവരായ 4 പെൺമക്കളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായി. എല്ലാ മേഖലകളിലും എല്ലാ പദവികളിലും സ്ത്രീകളെ മാനിച്ചുയർത്തുന്നവനായ ദൈവം പ്രവാചക ശുശ്രൂഷയിലും അവരെ മാനിക്കുന്നു. അത് ഇന്നും തുടർന്നു. വിശുദ്ധനായ പൗലോസ് തൻ്റെ 3-ാം മിഷണറി യാത്രയുടെ അന്ത്യപാദത്തിൽ ഈ ഫിലിപ്പോസിൻ്റെ ഭവനത്തിൽ വന്ന് പാർത്തതായി നാം ഇവിടെ വായിക്കുന്നു. തൻ്റെ മിഷണറി യാത്രയിൽ 7-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഞങ്ങൾ ടയർ എന്ന തുറമുഖം വിട്ട് കപ്പലോട്ടം തികച്ച് ടോളമിയാസിലെത്തി, അതായത് ഇന്നത്തെ അക്രയിലെത്തി. സഹോദരന്മാരെ വന്ദനം ചെയ്ത് ഒരു ദിവസം അവരോടുകൂടെ പാർത്തു. പിറ്റേന്നാൾ ഞങ്ങൾ പുറപ്പെട്ട് കൈസരയിലെത്തി. 7-രിൽ ഒരുവനായ ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ്റെ വീട്ടിൽ ചെന്ന് അവനോടുകൂടെ പാർത്തു. അവന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ 4 പുത്രിമാർ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ അഗബോസ് എന്ന ഒരു പ്രവാചകൻ യഹൂദ്യയിൽ നിന്ന് വന്നു. ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ്റെ വീട്ടിൽ പൗലോസ് അപ്പോസ്തലൻ പാർക്കുമ്പോൾ അവിടെ നടന്ന മറ്റൊരു സംഭവമാണ് നാം വായിക്കുന്നത്. അഗബോസ് എന്ന ഒരു പ്രവാചകൻ യഹൂദ്യയിൽ നിന്ന് വന്നു. അവൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് പൗലോസിൻ്റെ അരക്കച്ച എടുത്ത് തൻ്റെ കൈകാലുകളെ കെട്ടി, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരൂശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു. ഈ അഗബോസ് എന്ന പ്രവാചകൻ പറയുകയാണ് പൗലോസ് യെരൂശലേമിൽ നേരിടുവാനുള്ള ആ അറസ്റ്റിനെ പറ്റി. അതായത് യഹൂദന്മാർ പൗലോസ് അപ്പോസ്തലനെ അറസ്റ്റ് ചെയ്ത് ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കും എന്നാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ഈ അഗബോസ് എന്ന പ്രവാചകൻ പറഞ്ഞത്. ഇത് കേട്ടാറെ യെരൂശലേമിൽ പോകരുത് എന്ന് ഞങ്ങളും അവിടുത്തുകാരും അവനോട് അപേക്ഷിച്ചു. അതിന് പൗലോസ്, നിങ്ങൾ കരഞ്ഞ് എൻ്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് കർത്താവായ യേശുവിൻ്റെ നാമത്തിനു വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരൂശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവനെ സമ്മതിപ്പിച്ചു കൂടായികയാൽ കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞു ഞങ്ങൾ മിണ്ടാതിരുന്നു. പൗലോസ് അപ്പോസ്തലനെ സ്നേഹിച്ചവർ അദ്ദേഹത്തോട് പറയുകയാണ്, യെരൂശലേമിൽ പോകരുത്, അവിടെ പോയ യഹൂദന്മാർ നിന്നെ പിടിച്ച്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? സുവിശേഷമാണ്. പൗലോസ് പ്രസംഗിച്ചുകൊണ്ടാണ് ഈ സഞ്ചരിക്കുന്നത്. 1, 2, 3 മിഷണറി യാത്രകളാണ് അദ്ദേഹം നടത്തിയത്. തൻ്റെ അന്ത്യത്തിൻ്റെ ഘട്ടമായിരിക്കുകയാണ്. ഉണ്ടായിരുന്നവർ പറഞ്ഞു, നീ യെരൂശലേമിൽ പോകരുത്, സംഭവിച്ചുകൂടാ എന്ന്, അത് ഞങ്ങൾക്ക് വിഷമമാകുന്നു എന്ന്. അതിന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ കരഞ്ഞ് എൻ്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത്? കർത്താവായ യേശുവിൻ്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരൂശലേമിൽ മരിപ്പാനും
സഹിപ്പാനും അപ്പോസ്തലൻ ഒരുക്കമാണ് എന്നവരോട് പറഞ്ഞു. ഇങ്ങനെയുള്ള ഒരു പ്രയാസഘട്ടത്തിൽ തളർന്നു പോകാവുന്ന ഈ സാഹചര്യത്തിൽ, ഭയം പിടികൂടാവുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ ഭയമില്ലാത്തവനായി നിന്നത്, നിർഭയനായി നിന്നത്? കാരണം യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ്. ദൈവ സാന്നിധ്യം മാത്രമേ ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയുള്ളൂ. ഭയപ്പെടേണ്ട എന്ന ശബ്ദം. വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നീ ചെയ്യുക മാത്രം ചെയ്യുക. ഭയപ്പെടരുത്. ആ വാക്ക് കേട്ടവനായ പൗലോസ് അപ്പോസ്തലൻ, അല്ലെങ്കിൽ യേശുവിൻ്റെ സാന്നിധ്യത്തെപ്പറ്റി അറിയുന്നവനായ ആ പൗലോസ് അപ്പോസ്തലനാണ് ഭയമില്ലാത്തവനായി അവിടെ നിന്ന് മറ്റുള്ളവർക്ക് ബലം കൊടുത്തത്, അവരെ ധൈര്യപ്പെടുത്തിയത്. ദൈവനിയമത്തിനും ദൈവവചനത്തിനും വില കൊടുക്കാത്ത ഒരു പുരുഷാധിപത്യ സമൂഹത്തിൽ, ഒരു പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൽ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ജീവിക്കുവാൻ വളരെ പ്രയാസമാണ്. അതിനാൽ തങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അവർ ദൈവത്തിലാണ് ആശ്രയിക്കേണ്ടത്. ഒരു പുരുഷൻ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ താൻ ചെയ്യാവലംബിയായിരിക്കുമ്പോൾ, താൻ രോഗാതുരനായിരിക്കുമ്പോൾ എപ്രകാരമാണോ ബലഹീനനായി തോന്നുന്നത്, തന്നെ ആരെങ്കിലും സംരക്ഷിക്കുമോ, സ്നേഹിക്കുമോ, പരിചരിക്കുമോ, ബഹുമാനിക്കുമോ എന്ന ഭയപ്പാടിലാണോ ആയിരിക്കുന്നത്, അതേ അവസ്ഥയിലാണ് ഓരോ പെൺകുട്ടിയും ഓരോ സ്ത്രീയും ഈ പാട്രിയാർക്കൽ സൊസൈറ്റിയിലായിരിക്കുന്നത്. ദാവീദ് രാജാവ് തൻ്റെ പ്രായാധിക്യത്തിൽ താൻ വൃദ്ധനായപ്പോൾ തൻ്റെ സ്വന്തം മകനായ അബ്ശാലോമിൽ നിന്നും വളരെയധികം പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിട്ടു. താൻ ആക്രമിക്കപ്പെടുമോ എന്ന് പോലും ദാവീദ് രാജാവ് ഭയപ്പെട്ടു. പക്ഷേ താൻ ദൈവത്തിൽ ആശ്രയിച്ചു. താൻ അപ്പോൾ എഴുതിയതാണ് 71-ാം സങ്കീർത്തനം. നമുക്ക് വായിക്കാം. യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ ഉദ്ധരിച്ച് വിടുവിക്കണമേ. നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ച് എന്നെ രക്ഷിക്കണമേ. ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ. എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു. നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയുമാകുന്നുവല്ലോ. എൻ്റെ ദൈവമേ, ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും നീതികേടും ക്രൂരതയുമുള്ളവൻ്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണമേ. യഹോവയായ കർത്താവേ, നീ എൻ്റെ പ്രത്യാശയാകുന്നു. ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയം തന്നെ. ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെ. എൻ്റെ സ്തുതി എപ്പോഴും നിന്നെക്കുറിച്ചാകുന്നു. ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു. നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു. എൻ്റെ വായ നിൻ്റെ സ്തുതി കൊണ്ടും ഇടപെടാതെ നിൻ്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ. ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും അരുതേ. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സംസാരിക്കുന്നു. എൻ്റെ പ്രാണഹാനിക്കായി കാത്തിരിക്കുന്നവർ കൂടി ആലോചിക്കുന്നു. ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു. പിന്തുടർന്ന് പിടിപ്പീൻ, വിടുവിപ്പാൻ ആരുമില്ല എന്നവർ പറയുന്നു. ദൈവമേ, എന്നോട് അകന്നിരിക്കരുതേ. എൻ്റെ ദൈവമേ, എന്നെ സഹായിപ്പാൻ വേഗം വരയണമേ. ഇവിടെ ദാവീദ് രാജാവിൻ്റെ ആ ലൈഫ് ലോങ് ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, അതാണ് നാം കാണുന്നത്. ഗർഭം മുതൽ എന്നെ താങ്ങിയിരിക്കുന്ന ദൈവമേ, വാർദ്ധക്യവും നരയുമുള്ള കാലത്തും നീ എന്നെ ഉപേക്ഷിക്കരുതേ എന്നാണ് ദാവീദ് ഈ സങ്കീർത്തനത്തിൽ ആലപിക്കുന്നത്. In you, O Lord, I have taken refuge. Let me never be put to shame. Rescue me and deliver me in your righteousness. Turn your ear to me and save me. Be my rock of refuge, to which I can always go. Give the command to save me, for you are my rock and my fortress. Deliver me, O my God,
from the hand of the wicked, from the grasp of evil and cruel men. For you have been my hope, O sovereign Lord, my confidence since my youth. From birth I have relied on you. You brought me forth from my mother's womb. I will ever praise you. I have become like a portent to many, but you are my strong refuge. My mouth is filled with your praise, declaring your splendor all day long. Do not cast me away when I am old. Do not forsake me when my strength is gone. For my enemies speak against me. Those who wait to kill me conspire together. They say, God has forsaken him. Pursue him and seize him, for no one will rescue him. Be not far from me, O God. Come quickly, O my God, to help me. ദൈവത്തിലുള്ള ആശ്രയമാണ് ഇവിടെ കൗണ്ട് ചെയ്യുന്നത്. ദാവീദ് രാജാവ് ദൈവത്തിൽ ആശ്രയിച്ചു. അവൻ്റെ പ്രതികൂല വേളകളിൽ, പ്രയാസവേളകളിൽ അവൻ ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവബോധം, അവൻ്റെ ആശ്വാസവാക്കുകൾ നമ്മെ നയിക്കും. എല്ലാ പ്രതികൂലങ്ങളിലും, കാറ്റും കോളുമുള്ള ഏതവസ്ഥയിലും അവൻ്റെ കരം നമ്മെ നയിക്കും. He leadeth me, O blessed thought. He leadeth me, O blessed thought, onwards with heavenly comfort fraught. Whatever I do, wherever I be, still 'tis God's hand that leadeth me. He leadeth me, He leadeth me, by His own hand He leadeth me. His faithful follower I would be, for by His hand He leadeth me. Sometimes mid scenes of deepest gloom, sometimes where Eden's bowers bloom, by waters still on troubled seas, still 'tis His hand that leadeth me. He leadeth me, He leadeth me, by His own hand He leadeth me. His faithful follower I would be, for by His hand He leadeth me. Lord, I would clasp my hand in thine, nor ever murmur or repine, condemn whatever, Lord, I see, since 'tis my God that leadeth me. He leadeth me, He leadeth me, by His own hand He leadeth me. His faithful follower I would be, for by His hand He leadeth me. And when my task on earth is done, when by Thy grace the victory is won, in death's cold wave